കുട്ടികൾ എന്നും ഒരു ഐശ്വര്യമല്ലേ. അതുകൊണ്ട് അവരെ നമ്മൾ വാത്സല്യത്തോടെ വളർത്തുന്നത്. പക്ഷേ ആ വാത്സല്യത്തിന്റെ അതിര് കടക്കുമ്പോൾ അവർ നമ്മുടെ തലയിൽ കയറാൻ തുടങ്ങും. ഞാൻ ഈ സത്യം തിരിച്ചറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുട്ടിക്കാലം മുതൽ എന്റെ മകൾ നമ്രതയെ വളരെ ലാളിച്ചു വളർത്തി. ഒരു പക്ഷേ അതായിരിക്കണം ജീവിതത്തിൽ ഞാൻ ചെയ്ത വലിയ തെറ്റ്. അതുകൊണ്ടായിരിക്കണം അവൾ വളർന്ന് വലുതായതിനു ശേഷം എന്റെ തലയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയത്. നമ്രത എഴുന്നേക്ക്, കോളേജിൽ പോകാൻ നേരാവുന്നു. എഴുന്നേക്ക് അമ്മ, പ്ലീസ് ഉറങ്ങാൻ വിട്. ഇനി എത്ര നേരം ഉറങ്ങാൻ? എഴുന്നേക്ക്. ഈ വയസ്സിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പാടില്ല. എഴുന്നേക്ക് അവിടുന്ന്. അമ്മ പ്ലീസ്. നിന്റെ അച്ഛൻ നിന്നെ വല്ലാതെ പുന്നാരിക്കുന്നോണ്ടാ നീ ഇങ്ങനെ. അവൾ ഇനി കൊച്ചു കുട്ടിയല്ലേ, കുറച്ച് കഴിയുമ്പോ എല്ലാം ശരിയാവും. ശരി, അവള് ഉണർന്നെഴിച്ചു കഴിഞ്ഞാ? ഞാൻ പറഞ്ഞ എഴുന്നേറ്റത് തന്നെ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കേൾക്കുവോ അവള്? നിങ്ങൾ തന്നെ പോയി പുന്നാരമോളെ വിളിക്ക്. ചെല്ല്. അവക്ക് തോന്നുമ്പോ എഴിക്കട്ടെ. ഇപ്പൊ എന്താ വേണം നിനക്ക്? കോളേജിൽ പോവാൻ നേരാവുന്നു, അവൾക്ക് പോവണ്ടേ? വനജ, ഈ ഇടയ്ക്കായിട്ട് നിനക്ക് കുറച്ച് ദേഷ്യം കൂടുന്നുണ്ട്. നീ ദേഷ്യപ്പെട്ട കാണാൻ ഒട്ടും സഹിക്കുന്നില്ല, ഒട്ടും കൊള്ളില്ല. ശരി, പുറത്ത് നിങ്ങളുടെ അനിയൻ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ചെല്ലാൻ 5 മിനിറ്റ് കഴിഞ്ഞ് അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്തേക്ക്. ഹലോ. ഗുഡ് മോർണിംഗ് ബേബി. ഗുഡ് മോർണിംഗ് ബേബി. എത്ര നേരം ഞാൻ നിന്നെ വിളിക്കുന്നറിയോ? ഐ ലവ് യു ഡാ. ലവ് യു ടു. ഇന്ന് കോളേജിലേക്ക് നീ നേരത്തെ എത്തില്ലേ? കാണാൻ കൊതിയായിട്ടാ. ഓക്കെ. എന്നാ വേഗം എഴുന്നേൽക്ക് ബേബി, പ്ലീസ്. ഓക്കെ, എഴുക്കാം. എഴുന്നേറ്റോ? യാ. ഒരു മരോ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും കേട്ടോ. ബൈ. യാ, ബൈ. എന്താണ് ചേട്ടനും അനിയും തമ്മിൽ ഇത്ര കാര്യമായ സംസാരം? ഒന്നുമില്ലടോ, അമൃതയുടെ പേര് വെച്ച് ഒരു റെസ്റ്റോറന്റ് രജിസ്റ്റർ ആയിട്ടുണ്ട്. 2-3 ദിവസം കൊണ്ട് സർട്ടിഫിക്കറ്റ് കൈ കിട്ടുന്ന പറഞ്ഞ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി നടക്കട്ടെ. നമ്രതയുടെ പേരിൽ നമ്മൾ തുടങ്ങിയ ഒരു ബിസിനസ് ഇതുവരെ നമുക്ക് നഷ്ടം വന്നിട്ടില്ല. ഈ ബിസിനസ്സും സൂപ്പർ സക്സസ് ആവും. ചേട്ടത്തി കണ്ടോളൂ. എന്റെ അമൃത സ്വർണ്ണോടാ. അവളെ ജനനശേഷമല്ലേ നമ്മുടെ വീട്ടിലെ ശുഭകാര്യങ്ങൾ ഞാൻ ഈ സ്റ്റേജിൽ എത്തിയതും. മകളുടെ പുരാണങ്ങൾ വീണ്ടും തുടങ്ങിയല്ലേ? ഇവരെപ്പോഴും ഇങ്ങനെയാ, അവളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അടുക്കളയിൽ പോകേണ്ട വഴി അങ്ങോട്ടല്ലേ? എനിക്ക് മനസ്സിലായി. എടുത്തോളൂ. ഓഫീസിൽ കാണാൻ ചേട്ടാ. ബൈ. ഹായ് ചെറിച്ച. ഹായ് മോളെ. ഗുഡ് മോർണിംഗ് ഡാഡി. വാ മോളെ. ഡാഡി. വനജ, എന്താ മോളെ? ഈ ഇടയായി അമ്മ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു, ഒന്ന് കൺട്രോൾ ചെയ്യണം. അവളെ ഡൈവോഴ്സ് ചെയ്താലോ? ഇത്രയും വർഷമായിട്ട് നിന്റെ അമ്മയുടെ മുഖം കണ്ട് ഭയങ്കര ബോറാ. ശരിയാ, നമ്മളൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് അമ്മയെ കൊണ്ടുവന്നാലോ? സൂപ്പർ. ഓ, എന്ത് പറ്റി? ഇവളെന്താ എന്നെ കുറിച്ച് പരാതി പറയാ? അല്ലല്ല, അപ്ഡേറ്റ് ഫോൺ വേണമെന്ന് പറഞ്ഞോണ്ടിരുന്നതാ. ഇന്നലത്തെ പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ഡാഡി, വളരെ എൻജോയ് ചെയ്തു. ലേറ്റ് നൈറ്റ് പാർട്ടി, രാവിലെ എഴുന്നേക്കാതിരിക്കുക, കോളേജിൽ പോവാതിരിക്കുക. നിങ്ങൾക്ക് നല്ല പേര് വാങ്ങിച്ചു തരുവള്. വേണ്ട 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 വേണ്ട, ഞാൻ പുറത്തുനിന്ന് ഡാഡി കഴിച്ചോളാം. ചെയ്ത സ്പെഷ്യൽ ഡിഷാ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഞാൻ വാരിത്തരാം. ഇങ്ങനെ വാരിക്കൊടുത്തോണ്ടിരുന്നോ? നാളെ കല്യാണം കഴിഞ്ഞു പോകുമ്പോ ആര് വാരിക്കൊടുക്കുമെന്ന് കാണാലോ. ശരിയടോ. സൂപ്പർബ്. ആരാ ചെയ്ത? ബൈ മമ്മി. ബൈ. പറ. നമ്മുടെ കല്യാണത്തിനെ കുറിച്ച് നിന്റെ അച്ഛനോട് നീ സംസാരിച്ചോ? എന്ത്? അതിനകം മാരേജോ? നമ്മൾ ഇനിയും പഠിച്ചു തീർന്നില്ലല്ലോടാ. അദ്ദേഹത്തിന് നീ സമ്മതിപ്പിക്കില്ലേ? അതല്ല. പ്ലീസ് മോളെ, എങ്ങനെയെങ്കിലും ചെയ്യ്. ഓക്കെ. എനിക്ക് എപ്പോഴും നിന്നെ കണ്ടുകൊണ്ടേയിരിക്കണം. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും ബേബി. പക്ഷേ നിന്റെ അച്ഛൻ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നു. എന്റെ അച്ഛന് ഞാനെന്ന് വെച്ചാൽ ജീവനാ. ചെറുപ്പം മുതലേ ഞാൻ എന്ത് ചോദിച്ചാലും തരും, നിന്നെ ചോദിച്ചാലും തരും. അതൊക്കെ ഓർത്ത് നീ വെറുതെ ടെൻഷൻ അടിക്കാതെ കേട്ടോ. നിന്റെ അച്ഛൻ അത്ര എളുപ്പത്തിലൊന്നും സമ്മതിക്കില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ശരി, എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും, എന്നാലേ എനിക്കൊന്ന് സമാധാനം ഉണ്ടാവും. ഓക്കെ. എന്നെ
എന്നെ പോലത്തെ ഒരു പാവപ്പെട്ടവന് നിന്റെ അച്ഛൻ നിന്നെ കെട്ടിച്ചേരൂ? ജനിച്ചു വീണപ്പോഴേ എന്റെ അച്ഛൻ പണക്കാരനൊന്നുമല്ല. പാവങ്ങളുടെ അവസ്ഥ എന്റെ അച്ഛന് നന്നായിട്ട് അറിയാം. ശരി, ഇനി എല്ലാം നിന്റെ കയ്യിലാ. അല്ലെങ്കിലും പുള്ളി സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കില്ലേ? ശരിക്കോ? ലവ് യു മുത്തേ. ലവ് യു ടു. സമയം കളയാതെ വേഗം നിന്റെ അച്ഛനോട് കാര്യങ്ങൾ പറയൂ. ശരി. ബൈ. മോളെ നീ എവിടെ? ഇവിടെ ഡാഡി. നീ എന്താ മോളെ ഈ സമയത്ത് ഇവിടെ എന്തിനാ വന്നേ? സാരമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഈ സമയത്ത് ഇവിടെ വരാൻ പാടില്ല മോളെ. Nothing will നിന്റെ happen, അടുത്ത് Daddy. ബാൽക്കണി വരരുതെന്ന് ഡാഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ഉറക്കം വരുന്നില്ല ഡാഡി. ആ, ചീത്ത സ്വപ്നങ്ങൾ വരുന്നു. ചീത്ത സ്വപ്നം വരുന്നോ? ഉം. കൊറേ ആലോചിച്ച് കിടന്ന് ഉറക്കം വരില്ല, ചീത്ത സ്വപ്നം വരും. എനിക്കെന്താ മോളെ കൂടുതൽ ആലോചിക്കുള്ളത്? നിനക്കെന്തോ വേണോ അല്ലേ മോളെ? നിനക്ക് എന്ത് പറ്റി? പറ മോളെ, ഡാഡി വാങ്ങിച്ചിട്ട് നിനക്ക് എന്താ വേണമെന്ന് പറ. വാ, ചോദിച്ചാ പറയില്ലെന്ന്. പിന്നെ നിനക്ക് എപ്പോ വേണമെങ്കിൽ പറഞ്ഞോ ഡാഡി അടുത്ത്. ഡാഡി, എന്നെ കാണുമ്പോ ആ ഗ്ലാസ് എന്തിനാ ഒളിച്ചു വെക്കുന്നത്? അത് ചീത്ത അതിന് തന്നെ, സ്വഭാവം. ഞാൻ ഒഴിച്ചു തരാം. തന്നെ. ഷെടാ. ഇതൊക്കെ ചീത്ത സ്വഭാവമാണ് മോളെ. അത് സാരമില്ല. അതൊക്കെ വേണ്ട, അമ്മ കണ്ടു കഴിഞ്ഞാൽ ഡാഡി. അടി കിട്ടും. വേണ്ട. വേണ്ട, അത് വേണ്ട, എനക്ക് വേണ്ട. അങ്ങനെ ചെയ്യരുത് മോളെ. ഇങ്ങ് തന്നെ. മിസ്റ്റർ ജൂനിയർ മാധവൻ, നിനക്ക് നിർബന്ധം കൂടിപ്പോയി മോളെ. വേണ്ട, ഇപ്പൊ തന്നെ ഡാഡി ഫിറ്റ് ആയിട്ടായിരിക്കണ. കൂടിപ്പോയി, വേണ്ട. അത്രയും വേണ്ട, അത്രയും വേണ്ട. സാരമില്ല, ഇന്ന് കുടിക്ക. ഞാനല്ലേ ഒഴിച്ചിരുന്ന. ഇറ്റ്സ് ഓക്കേ. ദാ കുടിക്ക. Cheers. ഇത് കുറെ സ്ട്രോങ് ആയി പോയി മോളെ. നീ ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞില്ല, ഇപ്പൊ പറ, എന്ത് പറ്റി? പറ മോളെ, പറ മോളെ. ഡാഡി ഇത് പറയാ എന്തിനാ ഇത്രയും ആലോചിക്കേണ്ടിയിരിക്കുന്നേ? ഡാഡി നിനക്ക് കൊച്ചിലെ തൊട്ട് നീ ചോദിച്ചെല്ലാം ഡാഡി വാങ്ങിച്ചു തന്നിട്ടില്ലേ? എന്ത് വേണമെന്ന് പറഞ്ഞാൽ നീ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു തരും. എന്താ മോളെ? ഡാഡി, പണം ഇല്ലാത്തവരെ കുറിച്ച് ഡാഡിയുടെ അഭിപ്രായം എന്താ? പണവാ? പണം എന്തിനാ മോളെ? ക്യാരക്ടറും കമ്മിറ്റ്മെന്റും വേണം. പണം എന്താ മോളെ? ഇന്ന് വരും, നാളെ പോവും. പക്ഷേ ഒന്നുമില്ലെങ്കിലും ക്യാരക്ടർ മാത്രം അവസാനം വരെ കാണണം മോളെ. അപ്പോഴേ അവന് മാധവനെ പോലെ വരാൻ പറ്റൂ. ക്യാരക്ടർ, കമ്മിറ്റ്മെന്റ്. അത് പിന്നെ ഡാഡിയെ പോലെ ഒരു ഡാഡിയെ പോലെ ഇരിക്കാൻ പറ്റില്ല മോളെ. അല്ല, മാധവ സിംഗിൾ പീസാണ് മോളെ. അല്ലെങ്കിൽ അവിടെ എവിടെയോ തുടങ്ങി കഷ്ടപ്പെട്ട്. ഡാഡി, ആദ്യം ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആ പറ മോളെ. അത് ഞാൻ കോളേജില്. അതെ, ഈ സമയത്ത് നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എന്താ ഞാനറിയാണ്ട് നിങ്ങൾ രണ്ടുപേരും സീക്രട്ട് പറഞ്ഞോണ്ടിരിക്കുക? ഇതുവരെ സീക്രട്ട് ആയിരുന്നു, പക്ഷെ ഇപ്പോ നീ വന്നില്ലേ. ഇരിക്കവിടെ തുടങ്ങിയല്ലേ? ഇന്ന് ഓഫീസില് കാലത്തെ 3 ഫ്രണ്ട്സ് വന്നിരുന്നു. നമ്രതയുടെ കല്യാണം കുറിച്ച് അവര് സംസാരിച്ചിരുന്നു. ഡാഡി, മോളെ. അല്ല, ഈ മാധവന്റെ മോളെ കല്യാണം എന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവണം? എങ്ങനെ അവര് ഇങ്ങനെ ഒരു കല്യാണം കഴിപ്പിച്ചെന്ന് ആലോചിക്കണം. ഡാഡി പ്ലീസ്. എന്റെ മൊത്തം സ്വത്തും ഞാൻ ഇതിനു വേണ്ടി ചെലവാക്കും മോളെ. ഡാഡി ഇന്ന് ഒരുപാട് കുടിച്ചു, ഇനി മതി. ചെന്ന് കിടന്ന് ഉറങ്ങിയേ. മമ്മി പ്ലീസ്, ഡാഡിയോടൊന്ന് പറഞ്ഞേ. മതി, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക. ചെല. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ് ഡാഡി. ഇപ്പൊ തന്നെ വൈകി, ഇന്നേക്കിത് മതി. വാ കിടക്കാം. ലേറ്റ് ആയിക്കൊണ്ടിരിക്കാം. നാളെ രാവിലെ ഓഫീസിൽ പോണ്ടതല്ലേ? 5 നിമിഷം ഒന്നും വേണ്ട. വാ പോവാം. ഡാഡിക്ക് പ്രവീണിനെ ഓർമ്മയില്ലേ? ഞാൻ അവനെ സ്നേഹിക്കുകയാണ് ഡാഡി. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്.
അവനെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോ 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 വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. ഡാഡി, എനിക്ക് പ്രവീണിനെ ഒരുപാട് ഇഷ്ടമാണ്. അവനെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഡാഡി, ഡാഡിക്ക് പ്രവീണിനെ ഓർമ്മയില്ലേ? അവനെ ഞാൻ സ്നേഹിക്കുകയാണ്. അവനെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഹായ് ഡാഡി. ഹാ? അമ്മേ, ടിഫിൻ. നമ്രത, എന്താ ഡാഡി? നമ്രത, ഇന്നലെ തൊട്ട് നീ ശരിയല്ലല്ലോ. എന്ത് പറ്റിമോളെ നിനക്ക്? ഡാഡിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? അടാ പറ. ഞാനൊരു ചെറുക്കനെ സ്നേഹിക്കുന്നു ഡാഡി. അവൻ എന്ത് പണിയെടുക്കുന്ന? സ്റ്റിൽ എഡ്യൂക്കേഷൻ ഡാഡി. നിന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാണോ? അതെ ഡാഡി. നിന്റെ എല്ലാ ഫ്രണ്ട്സിനെയും എനിക്ക് പരിചയമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവനെ എനിക്ക് പരിചയം കാണുമല്ലേ? അവന്റെ പേരെന്താ? പ്രവീൺ. നമ്രതയുടെ അറിവിനെ കുറിച്ച് എന്റെ മനസ്സിൽ ഒരു സംശയവും ഇല്ലെങ്കിലും അവൾ ഒരുത്തനെ സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ അവൻ എങ്ങനത്തവനായിരിക്കുമെന്ന് അവനെക്കുറിച്ച് അന്വേഷിച്ച് മുഴുവനും അറിഞ്ഞതിനു ശേഷം തന്നെ അവളുടെ അടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആ സമയത്ത് എന്റെ വായടച്ച് മിണ്ടാതിരുന്നു. അവന്റെ ക്യാരക്ടർ നല്ലതല്ല. അവന്റെ കുടുംബത്തിനെ കുറിച്ച് ഈ നാട്ടിൽ ഒരാൾക്കും നല്ല അഭിപ്രായം ഇല്ലെന്നുള്ളത് എനിക്കറിയാം. എങ്ങനെ? ഞാൻ അന്വേഷിച്ചു. ഡാഡി അന്വേഷിച്ചു കാണും, പക്ഷെ എനിക്കറിയാം. ഞാൻ അവന്റെ വീട്ടിൽ പോയി ഡാഡി. അവരൊക്കെ വളരെ നല്ല ഫാമിലിയാ. എന്തിനാ മോളെ വീട്ടിൽ? അല്ല, നിനക്ക് എന്താ പ്രവീണിനോട് ഇത്ര വെറുപ്പ്? മോളെ, ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അത് മനസ്സിലാക്കാനുള്ള വയസ്സില്ല. ഡാഡിയുടെ അടുത്ത് നല്ല അഭിപ്രായവും സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. ഡാഡിയുടെ അടുത്ത് റെസ്പെക്ട് ഉള്ളത് കൊണ്ടാണ് ഈ കാര്യം ഞാൻ ആദ്യം ഡാഡിയോട് പറഞ്ഞ. പക്ഷെ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല നമ്രത, ആ പയ്യൻ നമ്മുടെ ഫാമിലിക്ക് ചേരുന്നവനല്ല. ഞാൻ പറയുന്ന കേക്ക്. നീ അവന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ അവന്റെ പറ്റില്ല. അടുത്ത് കാശില്ലാത്തോണ്ടാണോ? നമ്രത, നീ വളർന്ന വിധം വേറെ, അവൻ വളർന്ന പരിസ്ഥിതി വേറെ. ഒന്ന് മനസ്സിലാക്കുമോളെ. ക്യാഷ് ഫീലിംഗാ? എന്താടി ഇത്? ജീവിതത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വളർന്നു വന്നവനാ ഞാൻ മോളെ. ഏത് ജീവിതം? നീ പുസ്തകത്തിൽ പഠിച്ചത് വിശ്വസിക്കുന്നു, ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചത് വിശ്വസിക്കുന്നു. പുസ്തകം അതേതാ? ഡാഡി പറഞ്ഞത് കേട്ട് ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. അവനെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരാതെ. അവര് വളരെ നല്ലവരാ ഡാഡി. ഡാഡി കാര്യം പറയൂ. അവനും അവന്റെ കുടുംബവും നിന്റെ അടുത്ത് നന്നായിട്ട് ഇടപഴകുന്നത് നിന്റെ അടുത്തുള്ള കാശ് കണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാശ് ഒരു കാര്യമല്ലെന്ന് ഇപ്പോഴല്ലേ ഡാഡി പറഞ്ഞത്? പറയൂ. നീ എന്താ മോളി പറയുന്നത്? അല്ല, ഒരു പയ്യനെ സ്നേഹിക്കുന്നത് തെറ്റാണെന്നാ? അവനെ സ്നേഹിക്കുന്നത് തെറ്റ് എന്താ തന്നെയാണ്. അത്? ആദ്യം ഒരു റീസൺ പറയൂ. നമ്രത, പറയൂ ഡാഡി. അവൻ വേണ്ട മോളെ. ഷെടാ, എനിക്ക് പ്രവീൺ വെച്ചാൽ ഇഷ്ടമാണ് ഡാഡി. ഞാൻ അവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അവനെ കാട്ടിൽ ലക്ഷണമുള്ള നല്ല ചെറുക്കനെ കണ്ട് ഈ നാട്ടുകാരെ മുമ്പ് നിനക്ക് കല്യാണം കഴിപ്പിച്ചു വെച്ചാൽ ഞാൻ പറയണ ഡാഡി, എനിക്ക് പ്രവീൺ ഇഷ്ടമാണെന്ന് പറയുമ്പോ എവനെ ഓർത്തിനെ കല്യാണം കഴിക്കാൻ പറയുന്നു? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? അല്ല, എനിക്ക് എന്ത് വട്ടാണെന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങളുടെ ദൃഷ്ടിയിൽ ഞാൻ പൊട്ടിയാണല്ലേ? നമ്രത, നീ എന്താ ഈ പ്രേമം മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? മര്യാദയ്ക്ക് പഠിക്കാൻ നോക്ക്. നീ സംസാരിക്കുന്നത് അച്ഛനോടാണ്, അത് മറക്കണ്ട. അറിയാം. എന്താ ഇത്? പറയൂ. എന്നാൽ ഇനി അമ്മ പറ. ഇത്രയും നേരം വായിട്ട് അലച്ചതല്ലേ, ഇപ്പൊ മിണ്ടാതിരിക്കുന്നത് എന്തിനാ?
നല്ല കുട്ടിയല്ലേ, പറയുന്നത് കേൾക്കും മോളെ. മോളെ അമൃത, എന്താ എന്താ മോളെ ഇതൊക്കെ? ഞാൻ പ്രവീൺ അല്ലാതെ വേറെ ആരെയും കെട്ടില്ല ഡാഡി. ഇനി എന്നെ ഫോഴ്സ് ചെയ്യാൻ ട്രൈ ചെയ്തെങ്കിൽ പ്രവീൺ ഈ വീട്ടിലെ മരുമകൻ ഫിക്സ് ആയിക്കുള്ളൂ.